ഹായ് ഗേസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും സുഖമാണോ? എനിക്കിവിടെ സുഖമാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. ഇന്നത്തെ വീഡിയോയില് കൺസീലറിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. മേക്കപ്പ് ഇടാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിരിക്കും. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മേക്കപ്പ് ഇടുമ്പോൾ കൺസീലറിന്റെ ആവശ്യമുണ്ടോ, എന്തിനു വേണ്ടിയിട്ടാണ് കൺസീലർ യൂസ് ചെയ്യുന്നത്, കൺസീലർ എങ്ങനെ വാങ്ങാം, മേക്കപ്പ് ഇടുമ്പോൾ കൺസീലർ എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടത്, കൺസീലർ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, അതിനെ പറ്റിയിട്ടൊക്കെയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കുന്നത്. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ നമ്മുടെ വീഡിയോ കാണുക. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോയാലോ. ആദ്യം നമുക്ക് കൺസീലർ പരിചയപ്പെടാം. കുറെ രീതിയിലുള്ള കൺസീലർ ഉണ്ട്. ലിക്വിഡ് കൺസീലർ ഉണ്ട്, ക്രീമി കൺസീലർ ഉണ്ട്, പൗഡർ കൺസീലർ ഉണ്ട്. അങ്ങനെ കുറെ കൺസീലേഴ്സ് ഉണ്ട്. എത്ര തരത്തിലുള്ള കൺസീലർ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ചില കൺസീലർ പാലറ്റിനോടൊപ്പം നമുക്ക് കളർ കറക്റ്ററും കൂടെ കിട്ടും. അപ്പം അതിന്റെ ഒരു പിക്ക് ഞാൻ ഇങ്ങനെ കൊടുത്തിരിക്കാം. പക്ഷെ കളർ കറക്റ്റിനെ കുറിച്ച് ഞാൻ കൂടുതലായിട്ട് ഈ വീഡിയോയിൽ പറയുന്നില്ല. നമ്മൾ കൺസീലറിനെ പറ്റിയിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ ഈ കളർ കറക്റ്ററോട് കൂടിയിട്ടുള്ള ഇൻസൈറ്റിന്റെ ഒക്കെ കൺസീലേഴ്സ് ഇപ്പം അവൈലബിൾ ആണ്. അപ്പൊ അതിൽ നിന്നും നമുക്ക് നമ്മുടെ ഷെയ്ഡ് അനുസരിച്ചൊക്കെ എടുക്കാവുന്നതാണ് കേട്ടോ. അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ടാണ് കൺസീലർ യൂസ് ചെയ്യുന്നത്? നമുക്ക് ഡാർക്ക് സർക്കിൾസ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ പിമ്പിൾസ് വന്ന പാടുകൾ, ആക്നെ വന്ന പാടുകൾ, അങ്ങനത്തെ വലിയ വലിയ പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഹൈഡ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൺസീലർ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതുപോലത്തെ വലിയ വലിയ കറുത്ത പാടുകളാണെങ്കിൽ, അതായത് കുറെ ഡീപ്പായിട്ടുള്ള കറുത്ത പാടുകളാണെങ്കിൽ അത് മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കളർ കറക്റ്ററുകൾ യൂസ് ചെയ്യുന്നത്. പിന്നെ എപ്പോഴാണ് കൺസീലർ അപ്ലൈ ചെയ്യേണ്ടത്? കൺസീലർ ഇടുന്നതിന് പ്രത്യേകിച്ച് റൂളൊന്നുമില്ല. എങ്കിലും സാധാരണ നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്നത് ഫൗണ്ടേഷൻ ഇട്ടതിന് ശേഷമാണ് കൺസീലർ യൂസ് ചെയ്യുന്നത്. അപ്പൊ അത്രയും കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇനി കൺസീലർ എങ്ങനെ നമുക്ക് തെരഞ്ഞെടുക്കാം? നമ്മളെ ഷെയ്ഡ് നോക്കിയിട്ടാണ് കൺസീലർ സെലക്ട് ചെയ്യേണ്ടത്. ഫൗണ്ടേഷൻ എങ്ങനെയാണോ നമ്മൾ വാങ്ങുന്നത് അതുപോലെ തന്നെയാണ് നമ്മൾ കൺസീലർ തിരഞ്ഞെടുക്കാനായിട്ട്. ഒന്നുകിൽ നമുക്ക് നമ്മുടെ സ്കിന്നിന്റെ കളറിലെ തന്നെ സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫൗണ്ടേഷന്റെ ഒരു സ്റ്റെപ്പ് ഒന്നോ രണ്ടോ ഷെയ്ഡ് കൂടുതലായിട്ടുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാം. ഓൺലൈൻ വഴി നമ്മൾ കൺസീലർ ആണെങ്കിലും ഫൗണ്ടേഷൻ ആണെങ്കിലൊക്കെ വാങ്ങുകയാണെങ്കിൽ നമ്മുടെ സ്കിൻ ടോണിലുള്ള ആൾക്കാർ ചെയ്യുമല്ലോ, അവരുടെ ഷെയ്ഡ് നോക്കിയിട്ട് വാങ്ങുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മൾ ഓൺലൈനായിട്ട് വാങ്ങുമ്പം ചിലപ്പോൾ നമുക്ക് നമ്മൾ ഓർഡർ ചെയ്യുന്നതായിരിക്കത്തില്ല നമ്മുടെ സ്കിൻ ടോണിനോട് ചേരുന്നത്. അപ്പൊ നമ്മൾ അത് നോക്കിയിട്ട് വേണം വാങ്ങാനായിട്ട്. അതിനേക്കാളും ഏറ്റവും എളുപ്പ വഴി എന്ന് പറയുന്നത് നിങ്ങൾ കടയിൽ പോയി വാങ്ങുന്നതായിരിക്കും. അവിടെ ആകുമ്പോൾ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വാങ്ങാൻ പറ്റും. പിന്നെ കൺസീലർ അപ്ലൈ ചെയ്യാൻ നേരം ഒന്നെങ്കിൽ നമ്മുടെ മെയിൻ ആയുധം വിരലാണ്, ഫിംഗറാണ്. ഫിംഗർ വെച്ചിട്ട് നമുക്കിടാം, അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു ബ്യൂട്ടി ബ്ലെൻഡർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് മേക്കപ്പ് ബ്രഷോ അതെന്തെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം ആദ്യം ഞാൻ വാങ്ങിച്ചിരുന്ന കൺസീലർ എന്ന് പറഞ്ഞാൽ ഈ ഒരു കൺസീലറാണ്. ഇതൊരു HD Pro കൺസീലറാണ്. ഇതിന്റെ കറക്റ്റ് എന്റെ ഷെയ്ഡൊന്നും അല്ല അത് കേട്ടോ. അപ്പം ഈ ഒരു കൺസീലർ ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു ഉണ്ടായിരുന്നു, അത് പോയി എന്റെ കയ്യിൽ നിന്ന് കേട്ടോ. ഇപ്പം റീസെന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് സ്വിസ് ബ്യൂട്ടിയുടെ ഒരു കൺസീലർ ആണ്. ഇതാണ് ലിക്വിഡ് കൺസീലർ ആണ് ഇപ്പൊ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഷെയ്ഡ് നമ്പർ വരുന്നത് 01 വാം സാൻഡ് ആണ്. 249 രൂപയാണ് ഈ ഒരു കൺസീലറിന്റെ പ്രൈസ് വരുന്നത്. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ ഈ ഒരു കൺസീലറിനെ കുറിച്ച് എനിക്ക് പറയാനായിട്ട്. ഈ ഒരു കൺസീലർ എന്ന് പറഞ്ഞാൽ അതിന്റെ കറക്റ്റ് ഷെയ്ഡുമായിട്ട് മാച്ചായി പോകുന്ന ഒരു കൺസീലറാണ്. നമുക്ക് ഡീപ്പ് ഡസ്കി സ്കിൻ ടോൺ ഒക്കെ ആണെങ്കിൽ ഈ ഒരു കൺസീലർ യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. കൺസീലർ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഇതുപോലത്തെ കറുത്ത പാടുകളുണ്ടല്ലോ, ഈ കറുത്ത പാടുകളൊക്കെ ഒന്ന് ഹൈഡ് ചെയ്ത് വെക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ ആക്നെ വന്ന പാടുകളൊക്കെ കാണുമല്ലോ, അതൊക്കെ ഒന്ന് ഹൈഡ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൺസീലർ യൂസ് ചെയ്യുന്നത്. കൂടുതൽ വലിച്ചു നീട്ടി ഞാൻ ബോറടിപ്പിക്കുന്നില്ല, ഇതൊന്ന് ഇട്ട് കാണിക്കാം എങ്ങനെയാണ് കൺസീലർ അപ്ലൈ ചെയ്യേണ്ടതെന്ന്. ഞാനിപ്പോൾ ഒരു ലിപ്സ്റ്റിക്ക് മാത്രമേ ഇട്ടിട്ടുള്ളൂ, പിന്നെ കുറച്ച് പൗഡർ ഇട്ടു കേട്ടോ. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ വീഡിയോ എടുക്കുമ്പം കുറച്ച് മെനയൊക്കെ വേണ്ടേ, അതിന് വേണ്ടിയിട്ട് കേട്ടോ. ഞാൻ ഇടുന്ന മെതേഡ് എന്ന് പറഞ്ഞാൽ വലിയ എന്താ പറയാ, മേക്കപ്പ് അറിയാവുന്ന വലിയ പണ്ഡിതൊന്നുമല്ല, എങ്കിലും എനിക്ക് അറിയാവുന്ന രീതിയിൽ ഞാൻ എന്റെ മുഖമൊക്കെ എങ്ങനെയാണ് കവർ ചെയ്ത് വെക്കുന്നത് അങ്ങനെയാണ് ഞാൻ ഇടുന്നത്. പിന്നെ കൺസീലർ യൂസ് ചെയ്യുന്നതിന് മുന്നേ മോയ്സ്ചറൈസറോ പ്രൈമറോ യൂസ് ചെയ്തിരിക്കണം. അപ്പൊ ഞാൻ ഈ ഒരു കണ്ണില ഇട്ട് കാണിക്കാം. അപ്പൊ ഞാനൊരു കണ്ണാടി എടുത്തോട്ടെ. ഈ ഒരു കണ്ണാടിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ മിററാണ്. ഇങ്ങനെ വെച്ചിട്ട് കാണിക്കാം, അല്ലെങ്കിൽ ക്യാമറയിലോട്ട് നോക്കി ചെയ്യുമ്പോൾ ഞാൻ ഇപ്പോഴും വേറെ എങ്ങാണ്ട് നോക്കി ചെയ്യുന്ന പോലെ ഇരിക്കും. അപ്പൊ ഞാൻ ഇവിടെ താഴെ വെച്ചേക്കുവാണ്. ഈ ഒരു ഭാഗത്ത് നമ്മൾ നല്ല ഡാർക്ക് സർക്കിൾസ് ഉണ്ടായിരിക്കും. അപ്പം ഹൈഡ് ചെയ്ത് വെക്കുന്ന കാണിച്ചുതരാം.
ഈ ഒരു കൺസീലർ എന്ന് പറയുന്നത് ഓറഞ്ച് കളറോട് കൂടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് വലിയ രീതിയിൽ നമുക്ക് കളർ കറക്ടറിന്റെ ആവശ്യം വരുന്നില്ല. അപ്പൊ നമുക്ക് ആ ഒരു ഫിംഗർ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കാം. അമർത്തി ചെയ്യുകയും ചെയ്യരുത്, അതുപോലെ ഇങ്ങനിട്ട് വലിച്ചു വരികയും ചെയ്യരുത്. ചെറുതായിട്ടൊന്ന് ഡാബ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതല്ലെങ്കിൽ നമുക്ക് ഒരു ബ്യൂട്ടി ബ്ലെൻഡർ എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പം തന്നെ നിങ്ങൾക്ക് ഈ രണ്ട് കണ്ണിന്റെയും വ്യത്യാസം മനസ്സിലാകുന്നുണ്ടാവും. ഇതില് ഞാൻ കൺസീലർ അപ്ലൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു ഡാർക്ക് സർക്കിൾസ്, ഈ ഒരു ഡാർക്ക് കളറിലുള്ള സംഭവം ഇവിടെ കുറവായിട്ട് തോന്നുന്നുണ്ട്. കണ്ടോ? ഇപ്പൊ നമുക്കിനി ഡാർക്ക് കളറുള്ള ഭാഗങ്ങളിലേക്ക് നമുക്ക് ചെയ്തു കൊടുക്കാവുന്നതാണ്. എനിക്ക് ഇനി ഡാർക്ക് കളറായിട്ട് തോന്നുന്നത് എന്റേതായ ഈ ഒരു മൂക്കിന്റെ ഈ ഒരു ഭാഗമാണ്. പിന്നെ ഈ ഒരു ഭാഗത്ത് എന്റെ ചുണ്ടിന് ചുറ്റും ഇങ്ങനെ കറുപ്പ് കളർ ഉണ്ട്. അപ്പൊ അവിടെ ഒന്ന് വരച്ചു കൊടുക്കാം. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു എന്റെ ഈ ഒരു സൈഡിലും ഈ ഒരു സൈഡും തമ്മിലുള്ള ഒരു വ്യത്യാസം. മനസ്സിലായിട്ടുണ്ടോ? അപ്പൊ ഇങ്ങനെ ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൺസീലർ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇനി ഞാൻ മൊത്തത്തിലൊന്ന് കൺസീൽ ചെയ്ത് കാണിക്കാം. നമുക്ക് ഇങ്ങനെ വേണമെങ്കിലും എടുക്കാം, അല്ലെങ്കിൽ ഡോട്ടായിട്ട് ഇട്ട് കൊടുത്താലും മതി. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ശരിക്കും പറഞ്ഞാൽ ടാബ് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ ടാബല്ല ചെയ്യുന്നത്, ഞാൻ ഇങ്ങനെ ഉരയ്ക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ അതിന്റെ ശരിയായ രീതി ചെറുതായിട്ടൊന്ന് ടാബ് ചെയ്ത് കൊടുക്കുക എന്നതാണ് കേട്ടോ. നിങ്ങൾ ചെയ്യുമ്പോൾ ടാബ് ചെയ്ത് തന്നെ കൊടുക്കുക. പിന്നെ നമ്മൾ ഫൗണ്ടേഷൻ ആണെങ്കിലും കളർ കറക്റ്റർ ആണെങ്കിലും നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ നമ്മുടെ കഴുത്തിലും കൂടെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കണം. അല്ലെങ്കിൽ കഴുത്ത് വേറെ കളർ, മുഖം വേറെ കളർ, അങ്ങനെ ആയിപ്പോകും കേട്ടോ. കൺസീലർ അപ്ലൈ ചെയ്യുന്നത് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ കൺസീലർ നമുക്ക് ലിപ്സ്റ്റിക് ഇട്ടോ അല്ലെങ്കിൽ ടാനൊക്കെ അടിച്ചിട്ട് നമ്മുടെ ഫൗണ്ടേഷൻ വന്ന ലിപ്പാണെങ്കിൽ നമ്മുടെ ലിപ്സ്റ്റിക്കിന്റെ കറക്റ്റ് ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു കൺസീലർ യൂസ് ചെയ്തതിന് ശേഷം ആ പിഗ്മെന്റേഷനൊക്കെ ഒന്ന് ഹൈഡ് ചെയ്യുമല്ലോ. അതിനുശേഷം നമ്മൾ നമ്മുടെ ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ലിപ്സ്റ്റിക്കിന്റെ കറക്റ്റ് ഷെയ്ഡിൽ നമുക്ക് ലിപ്സ്റ്റിക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് കൺസീലർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇനി ഇതിന്റെ മുകളിൽ ഐലൈനർ ഇടുകയോ അല്ലെങ്കിൽ എന്താ പറയാ ഐ ഷാഡോ ഇടുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അപ്പൊ നല്ല ഒരു ലുക്ക് കിട്ടും. ഞാൻ അത്രയൊന്നും ചെയ്ത് കാണിക്കുന്നില്ല. പിന്നെ എനിക്ക് നല്ല ഡാർക്ക് സർക്കിൾസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതുകൊണ്ട് എനിക്ക് എന്തായാലും കളർ കറക്ടറും കൂടെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റ് ആയിരിക്കും. അപ്പം കളർ കറക്ടറിന്റെ വീഡിയോ നമ്മൾ ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസ് ആയിരിക്കും ഇനി പുറകെ വരാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ ഒരു ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ മൂക്കൊന്ന് ഹൈലൈറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. മൂക്കൊന്ന് ചെറുതായിട്ട് ഹൈലൈറ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. ശരിയായില്ലേ? നേരത്തെ എന്റെ ചപ്പിയ മൂക്ക് നല്ലതായിട്ട് ചപ്പിയതാണെന്ന് അറിയായിരുന്നു. ഇപ്പൊ എന്തായാലും ചെറുതായിട്ടൊക്കെ ഒരു നീളം പോലെ വന്നിട്ടില്ലേ? എല്ലാവരും ഇതുപോലത്തെ കൺസീലേഴ്സ് യൂസ് ചെയ്യുക. അപ്പൊ എന്റെ ഷെയ്ഡിലുള്ളവർക്ക് ഈ ഒരു ഷെയ്ഡ് നല്ലതായിരിക്കും. 01 വാം സാൻഡ്. ഇതുപോലത്തെ വീഡിയോസുമായിട്ട് ഞാൻ വേഗം തന്നെ വരുന്നതായിരിക്കും. അതുവരെ ബൈ.